അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് മാർച്ച് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12. ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയല്ലേ നമ്മൾ 3 ചെയ്തേക്കുന്നേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള 12ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഴുതിക്കോ. അപ്പോൾ ക്ലാസ് ഡീറ്റെയിൽസ് എവിടെ നോട്ട് എഴുതുന്നത്? വർക്ക് ബുക്ക് എടുത്തിട്ട് ഇനി എത്രാമത്തെ ക്ലാസ് ആണ്? 34ാമത്തെ ക്ലാസ്. ഡേറ്റ് 27/6/2024. ധരണിയാണോ? അതെ സാർ. 27/6/2024 തേഴ്സ്ഡേ. ഓൺലൈൻ ക്ലാസ് പ്രസന്റ്. അപ്പോൾ SSLC മാർച്ച് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള എത്രാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞത്? 12ാമത്തെ. ആദ്യം എല്ലാവരും 12. A triangle is drawn. A triangle is drawn. DRAWN drawn by joining the midpoint of one side of a parallelogram and the end points of the opposite side. Full stop. അത്രയും ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല സാർ. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ്. The triangle is shaded as shown in the figure. The triangle is shaded as shown in the figure. അത്രയും എഴുതിയോ? എഴുതി സാർ. ബോർഡിൽ ഒരു പടം വരച്ചിട്ടേക്കുന്നുണ്ട്. ഒരു പാരലോഗ്രാമും അതിനകത്തൊരു ട്രയാങ്കിളും വരുന്ന പടം വരച്ചിട്ടേക്കുന്നത് കണ്ടോ? കണ്ടു സാർ. ആ പടം ഒന്ന് വരച്ചാട്ടെ. ആ പടം വരയ്ക്കുക. പടം വരച്ചോ? പടം പെൻസിൽ കൊണ്ട് റഫായി വരച്ചാൽ മതി. അളവൊന്നും എടുത്ത് വെച്ച് വരയ്ക്കേണ്ട, റഫായിട്ട് വരച്ചാൽ മതി. വരച്ചു സാർ. ഓക്കെ. ഇനി ആരെങ്കിലും പടം വരയ്ക്കാനുണ്ടോ? ഇല്ല സാർ. താഴോട്ട് മാറ്റിയ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, comma, if the area of parallelogram is 4
50 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. 50 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. ആ ചോദ്യത്തിന് ഒരു മാർഗം. അത്രയും ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല സാർ. B question, find the probability of a dot put without looking comma to be within the triangle. അതിന് ഒരു മാർക്ക്. ചോദ്യം എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു സാർ. ഓക്കെ. നന്ദനെ ആ ചോദ്യം ഒന്ന് വായിച്ച നന്ദനെ. A triangle is drawn by joining the midpoint of one side of a parallelogram and the endpoint of the opposite side. The triangle is shaded as shown in the figure. A part. What is the area of the triangle if the area of the parallelogram is 50 square centimeter? B part. Find the probability of a dot put without looking to be within the triangle. ഓക്കെ. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 3 മിനിറ്റ് സമയം. എത്ര മിനിറ്റ് ആണ്? 3 മിനിറ്റ്. അപ്പൊ 7:37 ഞാൻ ക്വസ്റ്റ്യൻ തന്നു തീർന്നത്. 7:40 ആകുമ്പോ ഇതിന്റെ ആൻസർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. വേഗം ചെയ്താട്ടെ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. ചെയ്ത് കഴിയുന്നവര് മൈക്ക് ഓൺ ചെയ്തിട്ട് സർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചെയ്തെന്നൊക്കെ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയേനെ. ചെയ്തു.
ഓക്കെ 7:40 നിങ്ങളെല്ലാവരും നിങ്ങൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പേന അങ്ങോട്ട് മാറ്റി വെക്കുക. റെഡ് ഇങ്ക് പെന്ന് കയ്യിൽ വെക്കുക. നന്ദന എല്ലാവരും ചോദ്യം വായിച്ചതാ? Yes, sir. ഓക്കെ, എന്താ നന്ദനെ വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം? ഒരു ട്രയാങ്കിള് പാരലലോഗ്രാമിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ച്. ഇത് അങ്ങനല്ല, കൃത്യമായിട്ട് പറയാം. അതായത് ഈ പടത്തിനകത്ത് ABCD എന്നൊരു പാരലോഗ്രം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പാരലോഗ്രത്തിലെ CD എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ആരാ? P. ആ Pയും താഴത്തെ ABയും കൂടെ യോജിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ പടത്തിനകത്ത് ABP എന്ന് പറയുന്ന എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിൾ ആണ് എന്ത് ചെയ്തിട്ടിരിക്കുന്നത്? ഷെയ്ഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, അത്രയും എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ നന്ദനെ എന്താണ് അതിന്റെ ഫസ്റ്റ് പാർട്ട് പറയുന്നത്? പാരലലോഗ്രാമിന്റെ ഏരിയ 50 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ പാരലലോഗ്രാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 50 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? 50 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോ നന്ദന ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻ? ചെയ്തു സർ. ഓക്കെ, അപ്പോ പാരലോഗ്രത്തിന്റെ ഏരിയ 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 8ാം ക്ലാസ് പഠിച്ച ഒരു ഐഡിയ ആണ് പറയാൻ പോകുന്നത്. പാരലോഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? അല്ല, പാരലോഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ BH എന്നാണ്. എന്താണ്? BH മീൻസ് B ബേസ് ഇൻറ്റു H എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഹൈറ്റ്. അപ്പോൾ BH ന്റെ വില 50 ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരുടെ ഏരിയ കണ്ടുപിടിക്കാം? ആരുടെ ഏരിയ കണ്ടുപിടിക്കാം? ട്രയാങ്കിളിന്റെ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? half BH. BH ന്റെ വില 50 ആണ്. അപ്പോൾ half BH ഓ half into 50 equal 25 സെന്റിമീറ്റർ സ്ക്വയർ. 25 സെന്റിമീറ്റർ സ്ക്വയർ. എ പാർട്ട് കിട്ടിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ആർക്കെങ്കിലും എഴുതിയെടുക്കാനോ തിരുത്തൽ വരുത്താനോ ഉണ്ടോ? ഉണ്ട് സാർ. എന്നിട്ട് എഴുതി പറയാം. അപ്പൊ പാരലോഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? BH. ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ half BH. അപ്പൊ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് BH ന്റെ വില 50 ആണ്. അങ്ങനെയാണെങ്കിൽ half BH എന്ന് പറയുന്നത് 50ന്റെ പകുതിയായ 25 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. കാരണം ഈ പാരലോഗ്രത്തിന്റെ ബേസ് തന്നെയാണ് ട്രയാങ്കിളിന്റെയും ആരായിട്ട് വരുന്നത്? ബേസ് ആയിട്ട് വരുന്നത്. ഈ പാരലോഗ്രത്തിന്റെ ഹൈറ്റ് ആണ് നമ്മുടെ ട്രയാങ്കിളിന്റെയും എന്തായിട്ട് വരുന്നത്? അതുകൊണ്ടാണ് BH-നകത്ത് നമുക്ക് ഹാഫ് BH 25 എന്ന് എഴുതാൻ പറ്റിയത്. കിട്ടിയോ? ഇത്രയും ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല സാർ. ഇല്ല. ഓക്കെ, നന്ദനെ എന്താണ് അതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ? Find the probability of a dot put without looking to be within the triangle. ഫിഗറിൽ നോക്കാതെ ഡോട്ട് ഇട്ട ട്രയാങ്കിളിനകത്ത് വീഴാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഈക്വൽ എങ്ങനെ അതിനെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നേ?
ഡിവൈഡ് ചെയ്ത് ഫിഗറിനെ ഡിവൈഡ് ചെയ്ത് വേണ്ട അത് ചെയ്യണ്ട. ഇപ്പൊ ഈ ക്വസ്റ്റിനകത്തിൽ ഏരിയ തന്നേക്കുന്നത് കൊണ്ട് നമ്മൾ ഫിഗറിനെ എന്ത് ചെയ്യണ്ട, പാർട്ടീഷൻ ചെയ്യണ്ട, പകരം ഏരിയ വെച്ച് ഉത്തരം എഴുതണം. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഇവിടുത്തെ ടോട്ടൽ ആരാ? ഏറ്റവും വെളിയിലുള്ള ഫിഗർ ആരാ? ഏരിയ ഓഫ് ദി പാരലലോഗ്രാം എന്ന് ഡിനോമിനേറ്ററിൽ എഴുതും. ഇനി എവിടെയാണ് കുത്ത് വീഴേണ്ടത്? നമ്മളത് എഴുതും ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ എത്ര ആയിരുന്നു തന്നെ? 25. പാരലോഗ്രത്തിന്റെ ഏരിയ 50. അപ്പോ ക്യാൻസൽ ചെയ്ത് എഴുതിയാൽ എന്താ കിട്ടും ആൻസർ? 1/2. കിട്ടിയോ? മനസ്സിലായി സർ. അപ്പൊ എ പാർട്ടിൽ അവർ ഏരിയ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബി പാർട്ടി വരുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? ട്രയാങ്കിൾ ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്ന പരിപാടി ചെയ്യരുത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ. ആരെങ്കിലും ബി പാർട്ടി എഴുതിയെടുക്കുന്നുണ്ടോ? ഇല്ല സർ. എഴുതിക്കൊണ്ടിരിക്കുന്നവർ എഴുതി കഴിയുമ്പോ പറയണേ. എഴുതി സാർ. ഇനി ആരെങ്കിലും ബി പാർട്ടി എഴുതിയെടുക്കാനുണ്ടോ? ഇല്ല സർ. ഇല്ല സാർ. അപ്പൊ ഈ ചോദ്യത്തിൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ല സാർ. ഇല്ല സാർ. അപ്പോ അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 24, 24 എഴുതിയാട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 24, 24 പറയട്ടെ. 4 മാർക്കിന്റെ ചോദ്യമാണ്. A box contains 4 slips numbered 1, 2, 3, 4. 1, 2, 3, 4. And another box contains 5 slips numbered 5, 6, 7, 8, 9. 5, 6, 7, 8, 9. അത്ര എഴുതിയോ? എഴുതി സാർ. If one slip is taken from each box, if one slip is taken from each box, if one slip is taken from each box, താഴോട്ട് മാറ്റി ക്വസ്റ്റ്യൻ നമ്പർ എ, how many number pairs are possible? ഒന്നുകൂടെ പറയാം സാർ. How many number pairs are possible? How many number pairs are possible? അതിന് 1 മാർക്ക്.
എ പാർട്ട് എഴുതിയോ? എ പാർട്ട് എഴുതിയോ? എഴുതി സാർ, എഴുതി. എഴുതി സർ. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് both being odd? What is the probability of both being odd? What is the probability of both being odd? അതിന് ഒരു മാർക്ക്. എഴുതിയോ? എഴുതി സാർ. സി പാർട്ട്, what is the probability of getting the sum of the numbers 10? The sum of the numbers 10. 10. അതിന് 2 മാർക്ക്. ഇനി ആരെങ്കിലും ചോദ്യം എഴുതാനുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പേഴ്സ് 10 അല്ലേ? നമ്പേഴ്സ് 10. 10. അർജുൻ ഉണ്ടോ ക്ലാസ്സിൽ? അർജുൻ ഇല്ല. അഭിനവ് ബി ഉണ്ടോ? ഉണ്ട് സാറേ. അഭിനവ് ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. A box contains 4 slips with numbered 1, 2, 3, 4 and another box contains 5 slips numbered 5, 6, 7, 8, 9. If one slip is taken from each box. A question. How many numbers pairs are possible? What is the probability of both being odd? What is the probability of getting the sum of the numbers 10? അപ്പോ ഇനി ഞാൻ ചോദ്യം എഴുതാനില്ലല്ലോ. ചോദ്യം എഴുതാനുണ്ടോ? ഇല്ല സാർ. ഇല്ല. അപ്പൊ ഞാൻ 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് ചെയ്യാൻ തരാം. ഇപ്പോൾ 7:53, 7:58 ആകുമ്പോഴത്തേക്ക് ഉത്തരം കിട്ടണം. അതിന് മുമ്പ് ആരെങ്കിലും ചെയ്ത് കഴിയുന്നെങ്കിൽ അവർ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണം ആൻസർ കിട്ടിയെന്ന്. ഓക്കെ? ഓക്കെ സാർ.
ഇനി 1 മിനിറ്റ് കൂടി സമയം. ചെയ്തു. ആ ഓക്കെ, എല്ലാവരും എഴുത്ത് അവസാനിപ്പിക്കുക. പ്രണവേ. സാർ പ്രണവ് ആൻസർ ചെയ്തായിരുന്നോ? എയും ബിയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് പരിശോധിക്കാം. പ്രണവ് ആദ്യം ചോദ്യം വായിച്ചതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. A box contains 4 slips numbered 1, 2, 3, 4 and another box contains 5 slips numbered 5, 6, 7, 8, 9. If slip is taken from each box. അല്ല, അത്രേൻ്റെ അർത്ഥം പറ. ഒരു ബോക്സിൽ 4 സ്ലിപ്പ് ഉണ്ട്. അതിൽ ഒരു ഫസ്റ്റ് ബോക്സിൽ 1, 2, 3 നമ്പർ എഴുതിയ സ്ലിപ്പും 1, 2, 3, 4 4 സ്ലിപ്പും രണ്ടാമത്തെ ബോക്സിൽ 5 സ്ലിപ്പ്. 5 സ്ലിപ്പാണുള്ളത്. രണ്ടാമത്തെ ബോക്സിൽ ഏതൊക്കെ നമ്പറാണ് ഉള്ളത്? 6, 7, 8, 9. 9 ഉള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരു സ്ലിപ്പ് അല്ല, ഇഫ് സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച് ബോക്സ്. ഓരോ ബോക്സിൽ നിന്നും എന്തെടുക്കണം? സ്ലിപ്പ് എടുക്കണം. ഓരോ ബോക്സിൽ നിന്ന് ഓരോ സ്ലിപ്പ് വീതം നമ്മൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ. ഹൗ മെനി നമ്പർ ഓഫ് പേഴ്സ് ആർ പോസിബിൾ? അപ്പോൾ ആദ്യം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ 2 ബോക്സ് വരച്ച് ബോക്സിലെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഉണ്ട് സാർ. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എന്നോ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പേയേഴ്സ് എന്നോ ആയിരിക്കും. പ്രണവ് എങ്ങനെയാണ് ഉത്തരം എഴുതിയത്? ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ബോക്സിൽ 4 നമ്പേഴ്സ് ഇല്ലേ, അപ്പോൾ 4. അടുത്ത ബോക്സിൽ 5 നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ 4 into 5. 4 into 5 ഈക്വൽ 20. ഇങ്ങനെയാണ് നിങ്ങളുടെ ഉത്തരം കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ചുമന്ന വശം കൊണ്ട് അവിടെ ഒരു ചെറിയ ശരി ഇടാം. സാർ, എന്തോ? ഞാൻ ആ പോസിബിലിറ്റീസ് എല്ലാം എടുത്ത് എഴുതിയിട്ടുണ്ട്. ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു. എഴുതിയതിനകത്ത് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് അത് എഴുതാതെ ഉത്തരം കണ്ടുപിടിക്കാം. എഴുതിയാലും തെറ്റല്ല കേട്ടോ. ഓക്കെ. അപ്പോഴായാലും ടോട്ടൽ 20 തന്നെയല്ലേ വരുന്നത്? ഓക്കെ, ശരി. ഇനി എന്താ പ്രണവേ അതിന്റെ ബി പാർട്ട്? What is the probability of both being odd? Both being odd. നമുക്ക് കിട്ടുന്ന 2 നമ്പറുകളും എന്ത് നമ്പരാകുന്നു? ഓഡ് നമ്പർ. ഓഡ് നമ്പരാകുന്നു. അപ്പോൾ ബോത്ത് ബീയിങ് ഓഡ്. അപ്പോ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഈക്വൽ എങ്ങനെ പ്രണവ് എഴുതിയത്? പ്രണവ് ടോട്ടൽ പോസിബിലിറ്റി എഴുതിയോ അതോ ഇങ്ങനെ ഷോർട്ട് കട്ടിലാണോ എഴുതിയത്? നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, അതായത് മൊത്തം പോസിബിലിറ്റി എഴുതിയോ അതോ എണ്ണം വെച്ചാണോ ചെയ്തത്? ഷോർട്ട് കട്ടിൽ. അപ്പൊ എന്ത് എഴുതണം? ഓഡ് കോമ ഓഡ്. ആദ്യത്തെ ബോക്സിൽ ഓഡ് നമ്പർ എത്ര എണ്ണം ഉണ്ട്? ഒറ്റ സംഖ്യ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അത് ഏതൊക്കെയാ? 2ഉം 4ഉം. ഓഡ് നമ്പർ അല്ല, 1ഉം 3ഉം. അപ്പൊ 2 ഇൻറ്റു രണ്ടാമത്തെ ബോക്സിൽ ഓഡ് നമ്പർ ഒറ്റ സംഖ്യ എത്ര എണ്ണം ഉണ്ട്? രണ്ടാമത്തേനകത്ത് 5ഉം 7ഉം 9ഉം. 3 നമ്പേഴ്സ്. അപ്പൊ 2 into 3 ഈക്വൽ 6. സോ പ്രോബബിലിറ്റി ഈക്വൽ
6/20. 6/20. കട്ട് ചെയ്ത് എഴുതാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ 3/10 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ബി പാർട്ടിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. ആർക്കെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ ബി പാർട്ട്? ഇല്ല സാർ. ബി പാർട്ട് ആർക്കെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? ഇല്ല സാർ. ഇല്ല സാർ. അപ്പോ എല്ലാ പോസിബിലിറ്റി എഴുതിയവർക്കും ഇങ്ങനെ തന്നെയല്ലേ ഉത്തരം കിട്ടിയത്? അതെ സാർ. ഓക്കെ, അപ്പൊ നമുക്ക് സി പാർട്ടിലേക്ക് പോകാം. പ്രണവിന് സി പാർട്ടിലാണ് സംശയമുള്ളത്, ഇല്ലയോ? അതെ. ഓക്കെ, എന്തോ പ്രണവേ സി പാർട്ട്? What is the probability of getting the sum of number getting 10? സം ഓഫ് നമ്പർ ഗെറ്റിംഗ് ഈസ് 10. അതായത് നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, സം ഈസ് 10. തുക എത്ര വരുന്നു? 10 വരുന്നു. അപ്പം ഞാനിപ്പോൾ ടോട്ടൽ പോസിബിലിറ്റി എഴുതിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാൻ പറ്റൂ? നമ്പർ ഓഫ് പോസിബിലിറ്റീസേ എഴുതാൻ പറ്റൂ. ഒന്നിൽ തുടങ്ങുന്ന ഏതെങ്കിലും പെയറിന്റെ ജോഡിയുടെ സമ്മ് തുക 10 വരുമോ? നമ്മൾ പെയർ എഴുതുമ്പോഴേ 15, 16, 17, 18, 19 എന്ന് എഴുതും. അതിലേതെങ്കിലും പെയറിന്റെ സമ്മ് തുക 10 ആണോ? 19. അപ്പോൾ 1ലുള്ള ഒരു പെയറിന്റെ സമ്മ് 10 ഉണ്ട്. ഇനി 2-ലാണെങ്കിലോ? 28. 3 ആണെങ്കിലോ? 3. ശരിയാ, 3 7. അടുത്തത് 4-ലാണെങ്കിലോ? 4 6. അപ്പൊ എത്ര പെയറിന്റെ സം ഉണ്ട് 10 വരുന്നത്? 4 എണ്ണത്തിന്റെ. അപ്പൊ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഈക്വൽ 4. അപ്പൊ പ്രോബബിലിറ്റി ഈക്വൽ 4/20. 4നെയും 20യെയും നമുക്ക് 4 കൊണ്ട് വെട്ടാം. 4 1s are 4, 4 5s are 20. ആൻസർ ഈസ് 1/. ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തവർക്കും ഇങ്ങനെയല്ലേ ഉത്തരം കിട്ടിയത്? ഓക്കെ, ഇത് ആർക്കെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? സി അപ്പോഴേ ചോദിച്ചാട്ടെ. നമ്മള് പരീക്ഷയൊക്കെ എഴുതുമ്പോ ഈ പേഴ്സ് നമ്മൾ എടുത്തെഴുതാതെ പോസിബിലിറ്റീസ് ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. കാരണം അത് കറക്റ്റ് മെത്തേഡാണല്ലോ. ഓക്കെ, 24ാമത്തെ ചോദ്യം ഇനി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 24 ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല സാർ. അപ്പൊ അങ്ങനെ അതിവിജയകരമായി മാർച്ച് 2022 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. അടുത്ത ഹെഡിങ് മോഡൽ 2021. മോഡൽ 2021. എഴുതിയോ? 2021. ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 8ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 8. പറയട്ടെ. One is asked to say a natural number. One is asked to say a natural number from 1 to 20. From 1 to 20. From 1 to 20. അത്ര എഴുതിയോ? എഴുതി സാർ. താഴോട്ട് മാറ്റി എ ക്വസ്റ്റ്യൻ. What is the probability of it being an even number?
What is the probability of it being an even number? What is the probability of it being an even number? എഴുതിയോ? എഴുതി സാർ. അതിന് 1 മാർക്ക്. അതിന്റെ ബി പാർട്ട് പറയട്ടെ. പറഞ്ഞോളൂ. What is the probability of it being a multiple of 5? What is the probability of it being a multiple of 5? അതിന് 1 മാർക്ക്. ചോദ്യത്തിൽ ചോദ്യം ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല സാർ. ദേവനന്ദ ഒന്ന് വായിച്ച ചോദ്യം. One is asked to say a natural number from 1 to 20. What is the probability of each being an even number? It being an even number. രണ്ടാമത്തെ what is the probability of it being a multiple of 5? ഓക്കെ. അപ്പോൾ ഞാൻ ഒരു 3 മിനിറ്റ് സമയം നിങ്ങൾക്ക് ചെയ്യാൻ തരാം. ഇപ്പോൾ 8:09 ആയിട്ടുണ്ട്. 8:12 ആകുമ്പോൾ ഉത്തരം ചെയ്ത് തീരണം. അതിന് മുമ്പ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിവരം പറയാം. ചെയ്തു സാർ. ഓക്കെ. പേന തൂക്ക, ശ്രദ്ധിച്ചിരിക്കാം. അപ്പോ ഓക്കെ, പേന തൂക്ക, ശ്രദ്ധിച്ചിരിക്കാം. ദേവനന്ദന്റെ ചോദ്യം ഒന്ന് വായിച്ചിട്ട് അർത്ഥം പറഞ്ഞേ. One is asked to say a natural number from 1 to 20. അർത്ഥം 1 തൊട്ട് 20 വരെ ഉള്ള നാച്ചുറൽ നമ്പേഴ്സ് പറയാൻ ഒരാളോട് പറഞ്ഞു.
1 is ഒന്നുകൂടെ വായിച്ചേ. Asked Asked to to say say natural numbers from 1 to 20 എന്ന് പറഞ്ഞാൽ 1 1 to തൊട്ട് 20 20 ഇരുപത് വരെയുള്ള നാച്ചുറൽ നമ്പറിൽ നിന്ന് ഒരു നാച്ചുറൽ ഏതെങ്കിലും നമ്പർ നമ്പർ പറയാൻ ആവശ്യപ്പെട്ടു. അപ്പൊ ധരണി അല്ല പിന്നെ ദേവനന്ദ എഴുതിയ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? total possibilities. ടോട്ടൽ പോസിബിലിറ്റീസ് ഈക്വൽ മൊത്തം എഴുതണമെന്നില്ല. 1 2 3 എക്സെട്ര എവിടം വരെ? 20 വരെ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് Total number of possibilities. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എത്ര എണ്ണം? 20. 20. ഇവിടം വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടം വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പൊ എന്താണ് ദേവനന്ദ അതിന്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ? What is the probability of it being an even number? എ പാർട്ട് ചോദിച്ചേക്കുന്നത് അയാൾ പറയുന്ന സംഖ്യ നമ്പർ എന്താകാനുള്ള സാധ്യത? Even number ആകാൻ. ഈവൻ നമ്പർ ആകാനുള്ള സാധ്യത, ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത. അപ്പൊ ഈവൻ നമ്പർ നമ്മൾ എഴുതി. പോസിബിലിറ്റീസ് ഏതൊക്കെയാ ദേവനന്ദ പോസിബിലിറ്റീസ്? 2, 4, 6, 8, 10, 12, 14, 16, 18, 20. ഇങ്ങനെ നീട്ടി പറയരുത്. 2 4 6 8 എന്നല്ല പറയണ്ടേ. 2 4 6 8 10 12, 14 16, 18, 20. ഓക്കെ, അടുത്തതാ Number of possibilities. നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. എത്ര നമ്പർ ഉണ്ട് മൊത്തം? 10. 10. അപ്പോൾ പ്രോബബിലിറ്റി ഈക്വൽ 10 by 20. 10 by 20. 10 divided by 20. 20. കട്ട് ചെയ്തെഴുതിയാൽ 1 by 2. ഓക്കെ. ആരെങ്കിലും എ പാർട്ടിന്റെ ആൻസർ തിരുത്തുകയോ ഇപ്പോൾ എഴുതുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല സർ. ആരെങ്കിലും? ഇല്ല സർ. ഇല്ല. അപ്പോൾ എന്താണ് ദേവനന്ദ അതിന്റെ ബി പാർട്ട്? What is the probability of it being a multiple of 5? മൾട്ടിപ്പിൾ ഓഫ് 5. 5ന്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടാനുള്ള സാധ്യത എന്ത്? അല്ലേ? അപ്പോ പോസിബിലിറ്റീസ് 5, 10, 15, 20. ഓക്കെ, അടുത്തതാ Number of possibilities. നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എത്ര എണ്ണം? 4. 4. സോ പ്രോബബിലിറ്റി ഈക്വൽ സാധ്യത സമം 4 by 20. 4 by 20. കട്ട് ചെയ്ത് എഴുതിയാൽ 1 by 1 by 5. ഇതിന്റെ ബി പാർട്ടിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഇല്ല. ഇങ്ങനെയാണോ എല്ലാവർക്കും ഉത്തരം കിട്ടിയേക്കുന്നത്? ആണ് സർ. അങ്ങനെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ 20ാമത്തെ ചോദ്യം. എത്രാമത്തെയാണ്? 20ാമത്തെ ചോദ്യം. എഴുതിക്കോളൂ. In the figure, comma, the area of the rectangle is. In the figure, comma, the area of the rectangle is 40 square centimeters. 40 square centimeters. എഴുതിയോ? എഴുതിയോ? എഴുതി സാർ. എഴുതി സർ. ഞാനൊരു പടം ബോർഡിൽ വരയ്ക്കും. അത് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബുക്കിലേക്ക് പെൻസിൽ കൊണ്ട് റഫായി വരയ്ക്കും. പടം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഉണ്ട് സർ. വരച്ചാട്ടെ.
പടം വരച്ച് കഴിയുമ്പോൾ പറയണം കേട്ടോ. ഇനി ആരെങ്കിലും പടം വരച്ച് കഴിയാനുണ്ടോ? ഇല്ല. ഇല്ല സർ. താഴോട്ട് മാറ്റി എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി shaded triangle? What is the area of the shaded triangle? അതിന് ഒരു മാർക്ക്. അത് ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല സർ. ബി പാർട്ട്. If a dot is put in the figure without looking into it. If a dot is put in the figure without looking into it. എഴുതിയോ? എഴുതി സർ. Full stop. What is the probability of it being inside the shaded triangle? It being inside the shaded triangle. എഴുതിയോ? ഒന്നുകൂടെ പറയാം സാറേ. എവിടെ പറയണ്ടേ? ബീയിങ് ഇൻസൈഡ് Being inside the shaded triangle. Being inside the shaded triangle. Okay, അതിന് 2 മാർക്ക്. ഓക്കെ, ഐശ്വര്യ പ്രകാശ് ചോദ്യം വായിച്ചേ. In the figure, the area of the rectangle is 14 centimeters square. What is the area of the shaded region? If a dot is put inside the figure without looking into it, what is the probability of it being inside the shaded region? ഈ ചോദ്യം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം, സിമിലാരിറ്റി വല്ലതും തോന്നുന്നുണ്ടോ? ഇപ്പൊ എഴുതിയ ചോദ്യം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സിമിലാരിറ്റി, സാമ്യം വല്ലതും തോന്നുന്നുണ്ടോ? നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അവിടെ ഒറ്റ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ റെക്ടാങ്കിളിന് പകരം അവിടെ പാരലലോഗ്രാം. സിമിലർ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നത് കാണുന്നുണ്ടോ? അപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു 3 മിനിറ്റ് സമയം തരാം. ഇപ്പോൾ 8:21 ആയിട്ടുണ്ട്. 8:24 ആകുമ്പോഴത്തേക്ക് ആൻസർ ചെയ്ത് കഴിയണം. അതിന് മുമ്പ് ചെയ്യുന്നവർ മൈക്ക് ഓൺ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞു പറയാം. മോനെ ക്ലിയർ ആയില്ലോ? പറഞ്ഞേ മോനെ, മൈക്കിന്റെ അടുത്തോട്ട് നിന്ന് പറഞ്ഞേ. സൗണ്ട് ഒരുപാട് ദൂരെ എന്ന് പറയുന്ന പോലെ കേൾക്കുന്നേ. ഹലോ ഹലോ ഹലോ. സാറേ, ഈ റെക്ടാങ്കിളിനെ ഒരു പാരലോഗ്രാമായിട്ട് കൺസിഡർ ചെയ്തൂടെ? ഇപ്പോ ഞാൻ അതിനെ കുറിച്ച് നോ കമന്റ്സ്. 3 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞാൽ മതിയോ? ഇപ്പൊ ആദ്യത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യുക. ഓക്കെ.
ചെയ്ത് ഓക്കെ. ആരായിരുന്നു ഇപ്പൊ ചോദ്യം വായിച്ചത്? ഐശ്വര്യ. ഐശ്വര്യ. അപ്പൊ ഐശ്വര്യയെ ഒന്നുകൂടെ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ. In the figure, the area of the rectangle is 14 centimeter, square centimeter. ഈ ഫിഗറില് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഈക്വൽ 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ഷേഡഡ് ട്രയാങ്കിൾ? എന്നാൽ ഷേഡഡ് ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ. ഏരിയ കണ്ടുപിടിക്കണം. അപ്പോ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്തായിരിക്കും ഉത്തരം? ഹാഫ് ബി എച്ച്. അപ്പോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ബി എച്ച് അല്ലേ? ബി എച്ചിന്റെ വില ക്വസ്റ്റ്യൻ എത്രയാണെന്ന്? 14 സെന്റിമീറ്റർ. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ബി എച്ച്. ഹാഫ് ഓഫ് 40 ഈക്വൽ 20 സെന്റിമീറ്റർ സ്ക്വയർ. ആദ്യത്തെ ചോദ്യം എന്താ ചോദിച്ചത്? ആദിത്യ സാറേ ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. പാരലോഗ്രാം റെക്ടാങ്കിളിനെ പാരലോഗ്രാമായിട്ട് കൺസിഡർ ചെയ്ത് ചെയ്യാൻ പറ്റും. റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം തന്നെയാണ്. പാരലോഗ്രാമത്തിനുള്ള എല്ലാ പ്രോപ്പർട്ടി ആർക്കുണ്ട്? റെക്ടാങ്കിൾ. അപ്പോ റെക്ടാങ്കിൾ ഈസ് ഓൾസോ എ പാരലോഗ്രാം. പിടികിട്ടിയോ? ശരി. അപ്പോ ഇതിന്റെ ഒരു ഡൗട്ടും കൂടെ. അപ്പൊ നമ്മളെ പാരലോഗ്രാമിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് തന്നെ ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാല് പാരലോഗ്രത്തിന്റെ ഏരിയക്കകത്തിലെ ബി എച്ച് എന്ന് പറയുന്നത് ബേസ് നമ്മുടെ ലെങ്ത് തന്നെ. പക്ഷെ എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള എന്താണ്? ലെങ്ത്. ഹൈറ്റ്. അല്ലാതെ ആ പാരലോഗ്രത്തിന്റെ രണ്ടാമത്തെ സൈഡിന്റെ ലെങ്ത് എടുത്തിട്ടല്ല നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഏരിയ. എന്നാൽ റെക്ടാങ്കിൾ വരുമ്പോ ലെങ്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. വ്യത്യാസം പിടികിട്ടിയോ? ബ്രെഡ്ത്ത് ഹൈറ്റ് ആണല്ലേ. ഇവിടെ നമ്മൾ പറയുമ്പോ ഇവിടെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ എൽ ബി എന്ന് പറയാം. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എൽ ഇൻറ്റു ബി എന്ന് പറയാം. ഈ താഴത്തേതാണ് ലെങ്ത്, ഈ മുകളിലോട്ടുള്ള പൊക്കമാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ ട്രയാങ്കിൾ വരുമ്പം ഇത് ഹാഫ് എൽ ബി ആകും. ഹാഫ് കാരണം റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണ് ട്രയാങ്കിളിന്റെ ഹൈറ്റ്. റെക്ടാങ്കിളിന്റെ ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ആണ് ട്രയാങ്കിളിന്റെ ആരായി മാറുന്നത്? അപ്പോ എ പാർട്ടിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനിയും ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐശ്വര്യ എന്താണ് ബി ക്വസ്റ്റ്യൻ? If a dot is put in the figure without looking into it, ഒരു ഡോട്ട് അതിനകത്ത് ഇട്ടാൽ അത് ആ റെക്ടാങ്കിളിനകത്ത് ഷെയ്ഡ് ചെയ്ത റെക്ടാങ്കിളിനകത്താവാനുള്ള സാധ്യതയുണ്ട്. പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ് ബി പാർട്ട്. അപ്പോ ബി പാർട്ടിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിച്ചത്?
area of the triangle divided by area of rectangle. Area of the triangle divided by area of the rectangle. Area of the triangle divided by area of the rectangle. Okay. ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരുന്നു? 20. ബൈ റെക്ടാങ്കിളിന്റെ ഏരിയ 40. 40. അപ്പൊ 20/40 എത്രയാണ്? 1/2. 20 ഇരട്ടിയില്ലേ 40? ഇങ്ങനെയാണോ ബി പാർട്ട് കിട്ടിയത് എല്ലാവർക്കും? അതെ സാർ. ഓക്കെ. ആരെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? ഇല്ല. ഇനി അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ 25ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 25 പറയട്ടെ. പറഞ്ഞോളൂ സാർ. A box contains 6 black beads and 4 white beads. A box contains 6 black beads and 4 white beads. എഴുതിയോ? എഴുതി സാർ. അടുത്തത് another box contains 5 black beads and 3 white beads. And another box contains 5 black beads and 3 white beads. എഴുതിയോ? എഴുതി സാർ. എഴുതി. If we take 1 bead from each box, 1 bead from each box. എഴുതിയോ? എഴുതി. Without looking. ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. A question. What is the total number of pairs? What is the total number of pairs? ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല സാർ. അതിന് ഒരു മാർക്ക്. അതിന്റെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ബ്ലാക്ക്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ബ്ലാക്ക്? അതിന് ഒരു മാർക്ക്. ബി പാർട്ട് എഴുതിയോ? എഴുതി സാർ. സി പാർട്ട്, find the probability of one being black and the other being white. അതിന് 2 മാർക്ക്. ചോദ്യം എഴുതി കഴിഞ്ഞോ? എഴുതി സാർ. സാർ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 25ാമത്തെ ചോദ്യം.
ആ അപ്പോ ധാരണി ആ ചോദ്യം ഒന്ന് വായിച്ചേ. ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ബീഡും അയ്യോ അങ്ങനല്ല, ആ ചോദ്യം അവിടെ എഴുതിയിരിക്കുന്ന പോലെ വായിക്കാതെ. A box contains 6 black beads and 4 white beads. Another box contains 5 black beads and 3 white beads. If we take one bead from each box without looking, A part question, what is the total number of pairs? B part, what is the probability that both are black? C part, find the probability of one being black and the other being white. ഓക്കെ, ഇനി ആരും ചോദ്യം എഴുതാനില്ലല്ലോ? ഇല്ല സാർ. ഇല്ല. അപ്പോ ഞാൻ നിങ്ങൾക്കൊരു 4 മിനിറ്റ് സമയം തരാം. ഇപ്പോൾ 8:34 ആയിട്ടുണ്ട്. 8:38 ആകുമ്പോഴത്തേക്ക് ഉത്തരം എഴുതി കഴിയണം. അതിന് മുമ്പ് ആരെങ്കിലും എഴുതി കഴിയുവാണെങ്കിൽ അവർ പറഞ്ഞാൽ മതി. ഓക്കെ, ചെയ്താട്ടെ. സാറ് പറഞ്ഞ മാതിരി ഞാൻ കഴിഞ്ഞ വർഷം തൊട്ടേ ക്ലാസ്സിൽ പഠിപ്പിച്ച് കഴിയുമ്പോൾ അന്ന് പഠിപ്പിക്കുന്ന ആ ടോപ്പിക്ക് ഒരു 10 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഞാൻ കഴിഞ്ഞ വർഷം തൊട്ടേ അവരെ കൊണ്ട് എഴുതിപ്പിക്കും. അന്നന്നത്തെ കാര്യങ്ങൾ എഴുതിപ്പിച്ചിട്ട് അത് അവർക്ക് അന്നേരം തന്നെ അത് ഞാൻ എന്താണ് പേപ്പർ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ പ്ലസ് വണ്ണിന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 മാർക്കിന് അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ 5 മാർക്കിന് ഞാൻ ലാസ്റ്റ് ഓരോ ബെഞ്ചിലെത്തിയിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. സാർ എഴുതി. ഓക്കെ. ആ ശരി, ഓക്കെ. പേനതാ തൂക്കം ശ്രദ്ധിച്ചിരിക്കാം. നമ്മുടെ ധരണി എല്ലാവരും ചോദ്യം വായിച്ചത്.
ധരണി അല്ലായിരുന്നു ചോദ്യം വായിച്ചത്. അനക്കില്ല. ധരണിയായിരുന്നു ചോദ്യം വായിച്ചത്. ധരണി ധരണിയായിരുന്നു ചോദ്യം വായിച്ചത്. അതെ സാർ. ഓക്കെ, അപ്പൊ ധരണി ആ ചോദ്യത്തിന് അർത്ഥം ഒന്ന് പറഞ്ഞാട്ടെ. ഒരു ബോക്സില് 6 ബ്ലാക്ക് ബീഡും 4 വൈറ്റ് ബീഡും ഉണ്ട്. അതുപോലെ തന്നെ വേറെ ബോക്സില് 5 ബ്ലാക്ക് ബീഡും 3 വൈറ്റ് ബീഡും ഉണ്ട്. അപ്പൊ ആദ്യത്തെ ടോട്ടൽ എത്ര ഉണ്ട്? 10. രണ്ടാമത്തെ ടോട്ടൽ എത്ര ഉണ്ട്? 8. ആദ്യം എല്ലാവരും ഈ ബോക്സ് 1ഉം ബോക്സ് 2ഉം വരച്ചിട്ടുണ്ടോ? വരച്ചിട്ടുണ്ട്. ഇനി എന്തോ ധരണി ചോദ്യം? അതിനകത്തുനിന്ന് ഒരു ബീഡ് എടുക്കുമ്പോ കണ്ണടച്ചോണ്ട് ഒരു ബീഡ് എടുക്കുമ്പോ ഒന്നാമത്തേതിൽ നിന്ന് ഒരു ബീഡ് എടുക്കണം, രണ്ടാമത്തേതിൽ നിന്നും ഒരു ബീഡ് എടുക്കണം. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ്? എന്താണ് അതിന്റെ പോസിബിലിറ്റീസ്? അപ്പൊ നമ്മൾ എഴുതുന്നു ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, ആകെ സാധ്യതകളുടെ എണ്ണം ഈസ് ഈക്വൽ ടു പറഞ്ഞാട്ടെ 10 into 8. 10 into 8 ഈക്വൽ 80. 80. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ശരി. ഇനി എന്തോ ധരണി അടുത്ത ചോദ്യം? എന്താണ് അടുത്ത ചോദ്യം? ബ്ലാക്ക് ആകാനുള്ള സാധ്യത എന്ത്? ബോത്ത് ആർ ബ്ലാക്ക് അല്ലേ? രണ്ടും എന്താണ്? ബ്ലാക്ക് ആകണം. അപ്പൊ ബി ബോത്ത് ആർ ബ്ലാക്ക്, രണ്ടും കറുത്തതാകുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എഴുതുന്നു നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 6 ബി കോമ ബി ഈക്വൽ 6 5. 6 into 5. 6 into 5 ഈക്വൽ 30. 30. അപ്പോൾ പ്രോബബിലിറ്റി ഈക്വൽ സാധ്യത സമം 30 by 80. 30 by 80. കട്ട് ചെയ്ത് കളഞ്ഞാൽ 3 by 8. ഇങ്ങനെയാണോ ബി പാർട്ടിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയത്? അതെ സാർ. എല്ലാവർക്കും ബി പാർട്ടിന്റെ ആൻസർ ഇങ്ങനെയാണോ കിട്ടിയത്? അതെ സാർ. ഓക്കെ. എന്താണ് ധരണി അതിന്റെ സി പാർട്ട് ക്വസ്റ്റ്യൻ? Find the probability of one being black and another being white. അതിനകത്ത് നിന്ന് ഒരെണ്ണം ബ്ലാക്ക് ആകാനും ഒരെണ്ണം വൈറ്റ് ആകാനുമുള്ള സാധ്യത. വൺ ബ്ലാക്ക് വൺ വൈറ്റ് അല്ലയോ? അതെ സാർ. ഓക്കെ. അപ്പൊ നമ്മൾ എഴുതുന്നു സി എന്ന് നമ്പർ ഇട്ടിട്ട് 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ് അണ്ടർലൈൻ ചെയ്തിട്ട് നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. നമ്പർ ഓഫ് പോസിബിലിറ്റീസ് പറഞ്ഞാട്ടെ. ബി കോമ ഡബ്ല്യു ബി കോമ ഡബ്ല്യു കോമ ബി പ്ലസ് ഉണ്ട് നമുക്ക്. പ്ലസ്. അപ്പൊ ആദ്യത്തെ ബോക്സിൽ നിന്ന് ഒരു ബ്ലാക്ക് ബീഡും രണ്ടാമത്തേതിൽ നിന്ന് ഒരു വൈറ്റ് ബീഡും, തിരിച്ച് ആദ്യത്തേതിൽ നിന്ന് ഒരു വൈറ്റ് ബീഡും രണ്ടാമത്തേതിൽ നിന്ന് ഒരു ബ്ലാക്ക് ബീഡും കിട്ടുമ്പോഴും ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും ആണല്ലോ. അതെ. ഓക്കെ. അപ്പോൾ ആദ്യത്തേതിൽ ബ്ലാക്ക് എത്ര ഉണ്ട്? 6. ഇന്ന് രണ്ടാമത്തേതിൽ വൈറ്റ് 3 പ്ലസ് ആദ്യത്തേതിൽ വൈറ്റ് 4 രണ്ടാമത്തേതിൽ ബ്ലാക്ക് 5 6 into 3 18 plus 4 into 5 20 20 plus 18
38. 38. സോ പ്രോബബിലിറ്റി ഈക്വൽ എത്ര തരണി? 38 by 18. 18. നമുക്ക് 2 കൊണ്ട് വെട്ടി എഴുതിയാൽ 2 1 2 ശിഷ്ടം 1 18 2 9 18 19 ബൈ 80ന്റെ പകുതി 40 19 ബൈ 40. സി പാർട്ടിന്റെ ആൻസർ ഇങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയത്? അതെ സാർ. അതെ സർ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും തിരുത്തൽ വരുത്താനുണ്ടോ? ഇല്ല സർ. ആർക്കെങ്കിലും എന്തെങ്കിലും തിരുത്തൽ വരുത്താനുണ്ടോ? ഇല്ല സാർ. സാറ് എന്തോ ചോദിച്ചോട്ടെ. ഇത് വെട്ടി എഴുതിയാൽ വെട്ടി എഴുതിയില്ലെങ്കിൽ കുഴപ്പമുണ്ട്. ഒരു കുഴപ്പമില്ല. അറിയാൻ വയ്യാത്തൊരു വെട്ടണ്ട, അങ്ങനെ തന്നെ കിടക്കുന്നതായിരിക്കും മാർക്ക് കിട്ടാൻ നല്ലത്. ഓക്കെ ഓക്കെ സാർ. ആ, അപ്പൊ അങ്ങനെ മോഡൽ 2021 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. നമുക്കൊരു അടുത്ത ഹെഡിങ് എഴുതുക. മാർച്ച് 2021. മാർച്ച് 2021. എഴുതിയോ? എഴുതി സാർ. ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 8ാമത്തെ ചോദ്യം എഴുതിക്കൊള്ളാം. One is asked to say a natural number. One is asked to say a natural number less than 10. One is asked to say a natural number less than 10. അടുത്ത വരിയിൽ a question. What is the probability of it being an odd number? What is the probability of it being an odd number? എഴുതിയോ? എഴുതി സാർ. അതിന് ഒരു മാർക്ക്. ഇനി ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് it will not be an even number? It will not be an even number. അതിനും ഒരു മാർക്ക്. സാർ ഏത് പാർട്ടാണെന്ന് പറയുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് it will not be an even number? It will not be an even number. ചോദ്യം കിട്ടിയോ? കിട്ടി സർ. കിട്ടി. ഗോവിന്ദ് ഉണ്ടോ ക്ലാസ്സില്? ഗോവിന്ദ് ഉണ്ട് സാർ. ഗോവിന്ദ് ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. One is asked to a natural number less than 10. Asked to say a natural number. Say a natural number less than 10. A question. What is the probability of it being an odd number? B question. What is the probability of it will not be an even number? What is the probability of it will not be an even number? Of അല്ല, that it will not be an even number. ഓക്കെ, അപ്പോ ഞാനൊരു 2 മിനിറ്റ് സമയം തരാം, വേഗം ചെയ്താട്ടെ. ഇപ്പോൾ 8:48 8:50 ആകുമ്പോൾ ഉത്തരം കിട്ടണം.
ആ ഓക്കെ, ചെയ്തു കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞോ? സാർ. ആ അപ്പൊ ഗോവിന്ദേ, എന്തായിരുന്നു ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാട്ടെ? ഒരാള് ഉം. 10 താഴോട്ടുള്ള നാച്ചുറൽ നമ്പർ പറയാൻ ഒരാളിനോട് 10നേക്കാൾ ചെറുതായ നാച്ചുറൽ നമ്പർ പറയുന്നു. അപ്പൊ ഗോവിന്ദ എഴുതിയ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി ടോട്ടൽ പോസിബിലിറ്റീസ് ഈക്വൽ 1 2 3 etc. 10 എഴുതാൻ പറ്റുമോ നോക്കിക്കേ. ലെസ് ദാൻ 10 എന്നാ പറഞ്ഞേക്കുന്നത്, 10നേക്കാൾ ചെറുതെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എവിടം വരെ? 9 വരെ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ടോട്ടൽ പോസിബിലിറ്റീസ്, നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. ഇത് എത്ര ഉണ്ട് മൊത്തം? 9. 9. ഇനി എന്താ ചോദ്യം? What is the probability of it being an odd number? അർത്ഥം അതിൽ ഓഡ് നമ്പർ ആവാനുള്ള പ്രോബിലിറ്റി. അതിൽ ഓഡ് നമ്പർ അല്ല, അയാൾ പറയുന്ന സംഖ്യ ഓഡ് നമ്പർ ആകാനുള്ള സാധ്യത എന്താണെന്ന്. അപ്പോ ഓഡ് നമ്പർ എന്ന് എഴുതി പോസിബിലിറ്റീസ്. പറഞ്ഞാട്ടെ, ഏതൊക്കെയാ പോസിബിലിറ്റീസ്? 1 3 5 7 5 7 9. അടുത്ത സ്റ്റെപ്പ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. എത്ര എണ്ണം? 5. അപ്പോൾ പ്രോബബിലിറ്റി ഈക്വൽ 5/9. 5/9. ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എന്താണ് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗോവിന്ദേ? What is the probability that it will not be an even number? Will not be an even number എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഈവൻ നമ്പർ ആകാതിരിക്കാനുള്ള സാധ്യത. ഈവൻ നമ്പർ ആകാതിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞ അർത്ഥം ഈവൻ നമ്പർ ആകാതിരിക്കാനുള്ള സാധ്യത എന്നത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 1 തൊട്ട് 9 വരെയുള്ള നാച്ചുറൽ നമ്പർ എടുത്തിട്ട് പറയുന്നു അത് ഈവൻ നമ്പർ ആകാതിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞ അർത്ഥം ഓഡ് നമ്പർ. ഓഡ് നമ്പർ. അപ്പൊ സെക്കൻഡ് പാർട്ടിൽ അവർ എന്ത് തന്നെ ചോദിച്ചേക്കുന്നത്? ഓഡ് നമ്പർ പ്രോബബിലിറ്റി. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എത്ര? 5/9. 5/9 എന്ന് വെച്ചാൽ എ പാർട്ടും ബി പാർട്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് രീതിയിൽ ചോദിച്ചേക്കുന്നു. ഇവിടെ എഴുതിയോ? ശരി, ഓക്കെ. ഇങ്ങനെയാണോ നിങ്ങൾ എല്ലാവരും ആൻസർ എഴുതിയത്? അപ്പോ അത്രയും നിൽക്കട്ടെ, ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ.